മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ രണ്ടു പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് എൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ ചെയ്യുന്നത്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തന്നിലേക്ക് അണഞ്ഞു കൂട്ടിപ്പിടിച്ച്, ഞാൻ ഹസനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും ഹസനെ ഇഷ്ടപ്പെടണം എന്ന് പറയുകയും സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തതാണ് ഒരു സംഭവം. രണ്ടാമത്തെ ഒരു സംഭവം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വിശാലമായ ഗ്രൗണ്ടിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കുന്നത് കാണുകയാണ്. പേരക്കുട്ടി കളിക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. കുട്ടികളാവുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനം, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി, അപ്പം നബി തങ്ങളും പിന്നാലെ ഓടി, പിന്നെ ഓടി, അപ്പം നബി പിന്നാലെ ഓടി. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് തന്നിലേക്ക് അണഞ്ഞുകൂട്ടി പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. ഈ രണ്ട് കാര്യവും പറയാനുണ്ടായ കാരണം, കൗമാരക്കാരായ ആളുകളെ കുറിച്ച് പറയണം എന്ന് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ടാണ്. കൗമാരക്കാർക്ക് പറയുന്ന പേര് അഡോളസൻസ് എന്നാണ്. അഡോളിയർ എന്ന ഒരു ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ് അഡോളസൻസ് എന്നുള്ളത് ഉണ്ടായത്. വളർച്ച, ധാർമ്മികമായ പുരോഗതി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള പ്രായത്തെയാണ് കൗമാരക്കാർ എന്ന് പറയുന്നത്. വയസ്സിൻ്റെ കാര്യം അത്ര നിർബന്ധമൊന്നുമല്ല. 11-ലും കൗമാരം തുടങ്ങുന്നവരുണ്ട്, 20-ൽ അവസാനിക്കാത്തവരുണ്ട്, 19 അഭിപ്രായമുള്ളവരുണ്ട്. പെൺകുട്ടികൾക്ക് എന്തായാലും കൗമാരപ്രായം നേരത്തെ തുടങ്ങുമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് 13 ആയിട്ടില്ലല്ലോ, അപ്പോൾ കൗമാരം ആയിട്ടുണ്ടാവില്ല എന്ന് കരുതാൻ നിൽക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. വയസ്സത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. 3 മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്തെയാണ് കൗമാരം എന്ന് പറയുന്നത്. അത് ഏത് പ്രായത്തിലുണ്ടായാലും കൗമാരം തന്നെയാണ്. അതുണ്ടായാലേ കൗമാരോട്ട് ആവൂല്ല. 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് കൗമാരക്കാരിൽ ഉണ്ടാവുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ വരുന്ന സമയമുണ്ട്. ഒന്ന് പ്രായപൂർത്തിയാകുന്ന സമയത്ത്, രണ്ടാമത്തേത് ജോലി കിട്ടുന്ന സമയത്ത്, മൂന്നാമത്തേത് റിട്ടയർഡ് ആകുന്ന സമയത്ത്. ജീവിതത്തെ മൊത്തം പരിശോധിച്ചാൽ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. പ്രായപൂർത്തിയാകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ വലിയ കുട്ടിയായി എന്ന് തോന്നും. ചിലപ്പോൾ വാപ്പ പറയും ചെയ്യും, ഇപ്പോൾ ഒന്നിനാത്രം പോകുന്ന കുട്ടിയായില്ല, ഇനി പയമായിരുന്നു ആരുത് എന്ന് പറയും. ഓനും തോന്നും, ഞാൻ ഇപ്പോൾ ഒരു ഒന്നിനാത്രം പോകുന്ന വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നും. ആൺകുട്ടികൾക്കും തോന്നും, പെൺകുട്ടികൾക്കും തോന്നും. ഇമ്മയും പറയും, ഇനി മറ്റേ ചെറിയ കുട്ടികളുമായിരുന്നു ആവരുത്, ഇതിപ്പോൾ വലിയ കുട്ടിയാണ് എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വലിയ കുട്ടിയാണ് എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ ഇനി ആരും എന്നോട് ഇങ്ങോട്ട് ഒന്നും പറയണ്ട, ഇനി എല്ലാവരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം എന്ന് തോന്നി തുടങ്ങുന്നതാണ് വലിയ കുട്ടിയുടെ പ്രശ്നം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് മാറ്റേണ്ടത് ജോലി കിട്ടുമ്പോഴാണെന്നാണ്. ജോലി കിട്ടാൻ വേണ്ടി ഒരാൾ ഒരുപാട് അധ്വാനിക്കും, കുറേ വാതിലുകൾ മുട്ടും, കുറേ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും, കുറേ അവിടെ പോയി നോക്കും, ഇവിടെ പോയി നോക്കും. ജോലി കിട്ടിയാൽ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഭാവം മാറും. ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ എന്ന് ആലോചിക്കണ മാതിരിയാണ് പിന്നെ തോന്നുക. അതിൻ്റെ മുമ്പ് ലീവ് എടുക്കുന്നവരോടൊക്കെ അവന് ഭയങ്കര ദേഷ്യക്കാരം, പക്ഷെ ജോലി കിട്ടിയാൽ പിന്നെ എന്നും ലീവ് തന്നെക്കാരം. ചില ജോലിക്കാരുണ്ട് മനുഷ്യന്മാരെ മോത്ത് നോക്കാത്തവർ. എല്ലാവരും ഒന്നും ഞാൻ പറയണില്ല. ചില SI-മാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്നാലും മോത്തുക്ക് നോക്കൂല. എന്നാലും അയാളും വിചാരം നാട്ടുകാരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെടണം എന്ന് ഇക്കാരം മാത്രം. പക്ഷെ അത് നടക്കൂല പരിപാടി. അങ്ങോട്ട് മൊതു നോക്കിയെങ്കിൽ തന്നെ ഇങ്ങോട്ട് മൊതു നോക്കുള്ളൂ. അപ്പം ഞാൻ നിങ്ങളെ മൊതു നോക്കിയില്ല, നിങ്ങളുടെ മൊതു നോക്കൂല, ഉറപ്പല്ലേ. രണ്ടാമത്തെ ഒരു മാറ്റാണ് ജോലി കിട്ടുന്ന സമയം. മൂന്നാമത്തെ ഒരു മാറ്റാണ് റിട്ടയർഡ് ആകുന്ന സമയം.
റിട്ടയർഡ് ആകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആവണമെന്നില്ല. ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിൻ്റെ നിത്യകാര്യങ്ങൾ നോക്കുന്നതിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. റിട്ടയർഡ് ആകുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ ഒന്നിനും പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരും. ചിലപ്പോൾ ഒക്കെ വീടുകളിലെ സമീപനം അതിനനുസരിച്ച് ആവും ചെയ്യും. കുട്ടികളിങ്ങനെ ലേശക്കണ് വലുതായി, ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ പോയെന്ന് അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടായാലും ഉമ്മയും കുട്ടികളൊക്കെ കൂടി ഒന്നായിങ്ങാണ്ട് വാപ്പാനൊരൊറ്റ ചവിട്ടും. വാപ്പാക്ക് ഞാൻ പെരയിൽ ഒരു പരിപാടിയില്ല. ആകെയുള്ള പരിപാടി രാവിലെ ആ ചന്തയിൽ പോയിട്ട് മീൻ കൊണ്ടുവരിക, അത് കഴിഞ്ഞ് നഴ്സറിക്കുട്ടി പോകാനാവുമ്പോൾ റോഡ് സൈഡിൽ കൊണ്ടുപോയി നിർത്തുക, അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുക, വല്ല ആടെന്തേലും ഉണ്ടെങ്കിൽ കന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക, വൈകുന്നേരം ടോർച്ച് കൊടുത്തുങ്ങാണ്ട് പള്ളിയൊക്കെ പോയിട്ട് മുത്താലിമ്യങ്ങളെ സ്വീപ്പാക്കുക. വേറെയുള്ള പരിപാടികളൊന്നുമില്ല. അത്ര അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പെരയത്തൊരു വിഷയത്തിന് മൂപ്പരുണ്ടാവില്ല. മൂപ്പരോട് ചോദിക്കൂല്ല പെരക്കാർ. അതും വലിയൊരു പ്രശ്നമാണ്. വയസ്സന്മാരെ ഒഴിവാക്കണ്ട, സ്വീകരിക്കാനുള്ള വേണ്ടത്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വാപ്പാനോടൊരു അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് ഇപ്പോൾ വളരെ കുറവാണ്. ഉമ്മാനോട് പിന്നെയും ചോദിക്കും, വേണ്ടാന്നല്ല ഞാൻ പറയണത്, ഉമ്മാനോട് ചോദിക്കേണ്ടത് തന്നെയാണ്. എന്നാലും വാപ്പാനോടൊരു അഭിപ്രായം ചോദിക്കുക എന്ന സമീപനം ഇപ്പോൾ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. വാപ്പ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. വാപ്പാന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറഞ്ഞത്. വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ആരും അറിയാത്തതുണ്ടെങ്കിൽ മക്കളിലൂടെ എല്ലാവരും അറിയും. വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലും കോറുങ്ങട് ആരും അറിയാത്തതുണ്ടെങ്കിൽ മക്കളിലൂടെ അതും അറിഞ്ഞോളും. അപ്പോൾ വാപ്പാന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നത് മക്കളാണ്. വാപ്പ എന്ന് പറയുന്നത് മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ മാറ്റാണത്. ഈ മൂന്നാമത്തെ മാറ്റം ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതുവരെയുള്ളതൊന്നും പറ്റൂല. വയസ്സായ ആൾക്കാർക്കുള്ള വലിയൊരു കുഴപ്പമാണ്, അതുവരെയുള്ള ഒരു കാര്യം പറ്റൂല. കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായിട്ട് തന്നെയാണ് ആദ്യം തന്നെ ജനിച്ചതെന്നാണ് വലിയൊരു വിചാരം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു പള്ളിക്ക് കയറി ചെന്നാലേ ഒരു കുട്ടിയെ നിസ്കരിച്ചാൽ വന്നാൽ ഹൗദിൽ നിന്ന് വെള്ളം മുക്കിയാലും കുഴപ്പമാണ്, മുക്കിയില്ലെങ്കിലും കുഴപ്പമാണ്. ഹൗദിൽ നിന്ന് വെള്ളം മുക്കിങ്ങാണ്ട് കാൽമക്കൂടെ പറഞ്ഞാൽ ഇജ്ജ് പടച്ചോന്റെ വെള്ളം മുഴുവൻ മുക്കി വെച്ചെന്ന് ചോദിക്കും. എന്നാൽ ഒരു കുട്ടി ഇനി ഇടങ്ങാറാവാനാവില്ല എന്ന് എഴുതിയിട്ട് കാല് വെക്കാതെ കയറിയാലോ അള്ളാന്റെ പള്ളിക്ക് കാല് വെക്കാതെ കയറിയെന്നായി. അപ്പോൾ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ടും അങ്ങനത്തെ ഒന്ന് പെരയിലുണ്ടായാലും വലിയ ഷീപ്പ് തന്നെയാണ്. പേരക്കുട്ടികൾക്ക് വിരുന്ന് വരാൻ പറ്റൂല, പത്രം എടുക്കാൻ പറ്റൂല, ഫോട്ടം കീറും എന്നുള്ളതാണ് മൂപ്പര പ്രശ്നം. കണ്ണടെടുക്കാൻ പറ്റൂല, കാല് മുറി എന്നുള്ളതാണ് മൂപ്പര പ്രശ്നം. പേരക്കുട്ടികളുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു കണ്ണടയുടെ കാലൊക്കെ ഒന്ന് മുറിഞ്ഞു എന്ന് വരും. അതൊക്കെ ഒന്ന് സഹിക്കാൻ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ട് ഇരിക്കരുത്. പ്രായമായ ഒന്ന് പെരയിലുണ്ടെങ്കിൽ പെരക്കാർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന രൂപത്തിൽ പെരുമാറരുത്. മനുഷ്യന്റെ വലിയൊരു മാറ്റമുള്ള സമയമാണ് പ്രായമാകുന്ന, റിട്ടയർഡ് ആകുന്ന സമയം എന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ടാകുന്ന സമയത്തെയാണ് അഡോളസൻ എന്ന് പറയുന്നത്, കൗമാരത്തിലേക്ക് കടക്കുന്ന കാലഘട്ടം. ഞാൻ ഇപ്പോൾ വലുതായിട്ടുണ്ട്, വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ അത്. ഈ സന്ദർഭത്തിൽ മനുഷ്യന് ചില ആഗ്രഹങ്ങളും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മൂന്ന് പ്രശ്നങ്ങളാണുള്ളത്. ഒന്നാമത്തെ പ്രശ്നം, അവരെ ആക്ഷേപിക്കുന്നത് അവർക്കൊരിക്കലും ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത്തിബരു ഉസ്താദ്, അള്ളാഹു ഒരു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഇപ്പം അടുത്ത് നമ്മളൊന്ന് വഫാത്തായിപ്പോയി. ഉസ്താദിൻ്റെ അടുത്ത് ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ആരെങ്കിലുമൊക്കെ കുട്ടികളെ ഏറ്റുകൊണ്ടിരുന്നു. ഉസ്താദ് എൻ്റെ മോൻ തീരെ പഠിച്ചൂല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. ഉസ്താദ് അപ്പം തന്നെ ദേഷ്യപ്പെടും. അവനാൻ്റെ കുട്ടി പഠിക്കുന്ന അവനാൻ തന്നെ അഭിപ്രായമല്ലേ പിന്നെ ആർക്കും ഉണ്ടാകുക. ഞമ്മക്ക് നമ്മളെ പറ്റി നല്ലൊരു അഭിപ്രായം വേണ്ടേ? ഓ മോശക്കാരനാന്ന് ഞമ്മക്ക് തന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാ ഓ നല്ലവനാണെന്ന് അഭിപ്രായം ഉണ്ടാകുക? ഉസ്താദ് എൻ്റെ കുട്ടി അത്യാവശ്യമൊക്കെ പഠിക്കുന്നുണ്ട്, ഓന് വയ്ക്കും പോലൊക്കെ ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി ഉസ്താറാവാങ്ങളും തോരക്കി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെയാണ്. ഇവൻ ഒന്നിനും പറ്റൂല, അപ്പം മോശക്കാരനാണ്, ഓൻ പഠിക്കണില്ല, ഞാൻ വെറുതെ ഓന് വേണ്ടി ഇങ്ങനെ കായ് അലവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവനാൻ്റെ മക്കളെ പറ്റി അവനാന് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നാട്ടിലേക്ക് ഏതായാലും നല്ല അഭിപ്രായം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പം ആദ്യം വേണ്ടത് അവനാൻ തന്നെയാണ് മക്കളെ പറ്റിയിട്ട് നല്ല അഭിപ്രായം. ഈ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്, ആക്ഷേപിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവർക്ക് എന്തെങ്കിലും കഴിവുകേടുണ്ട് എന്ന് പറഞ്ഞത് തീരെ സഹിക്കാൻ പറ്റൂല എന്നുള്ളതാണ്.
എന്തേലും കഴിവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉഷാറാണ്. എന്തെങ്കിലും ഒരു സാധനം, ഒരു മൊബൈൽ കേടൊന്നു നന്നാക്കാൻ വേണ്ടി ഓൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഓനത് നല്ലോണം നന്നാക്കും എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇരുന്നിട്ടാണെങ്കിലും നന്നാക്കി തരും. കഴിവിനെ അംഗീകരിക്കൽ ഇഷ്ടമാണ്, കഴിവുകേടിനെ അംഗീകരിക്കൽ അവർക്ക് തീരെ ഇഷ്ടമല്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ താൻ എല്ലാറ്റിനും പോന്നവനാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലാണത് എന്നതാണ്. എല്ലാത്തിനും ഞാൻ ഉഷാറാണ് എന്ന് സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉപദേശം പൊതുവെ ഇഷ്ടം കുറവായിരിക്കും. ഏത് കാര്യമാണെങ്കിലും ഇപ്പൊ വീട്ടിലെ ഉമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് മോനോട് ഇങ്ങനെ പറയും, മോനെ കഴിച്ചോ 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 എന്ന് ഇങ്ങനെ പറയും. കുറെ കഴിയുമ്പോൾ അവൻ ചോദിക്കും, തള്ളേ എനിക്ക് ആവശ്യമാണെങ്കിൽ ഞാനാണ് തിന്നൂലേ എന്ന്. വാസ്തവത്തിൽ അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതാണ് നല്ല ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് 2 വട്ടമൊക്കെ പറയാ, ചോറും കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചോ എന്ന് പറയാ. പിന്നെ ഓൻ പറഞ്ഞതിനാണ് അതിന്റെ ശരി, ഓനറിയാലോ പൈസ ഉണ്ടെങ്കിൽ തിന്നണം, വേണേ തിന്നോളൂ, അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞേ. അത് ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം ഓർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സമയമാണ് അപ്പോ. വെറുതെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുക, ഒന്നിനും പറ്റാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക, ഒരു ചോറ് കഴിക്കാൻ പോലും അറിയാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക, ഇതൊന്നും കുട്ടികൾക്ക് ആ സമയത്ത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ആക്ഷേപിക്കാതെയും മോശമായ അഭിപ്രായം പറയാതെയും മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ്, ഒരു സാറ്റിസ്ഫിക്കേഷൻ, ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്നെ അംഗീകരിക്കാനും എന്നെ ഇഷ്ടപ്പെടാനും ആരുമില്ല എന്നൊരു തോന്നൽ. ആരും എന്നെ മനസ്സിലാക്കണില്ല, ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ്, പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ്. എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരു തോന്നൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇതിന് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സപ്പോർട്ട് ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അത് കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും മക്കൾ മാതാപിതാക്കളെ എതിർക്കും. ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടാകേണ്ടത് വാപ്പാനെയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനെയാണ്. വലിയൊരു സദസ്സാണിത്. നിങ്ങൾ ആരും എന്നോട് മറുപടി പറയണ്ട, പക്ഷെ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഇതാണ്: ഈ ഇരിക്കണയിൽ എത്ര ആൾക്കാർ മൊബൈലിന് ലോക്കില്ലാത്തവരുണ്ട്? അതായത് അവനാന്റെ മക്കള് അവനാന്റെ മൊബൈൽ തുറന്നു നോക്കിയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വാപ്പയും ഉമ്മയും എത്ര പേരുണ്ട് എന്നതാണ്. നമ്മളെ മൊബൈൽ ഭാര്യ കാണാൻ പറ്റാത്ത രൂപത്തിലാണ്, ഭാര്യനത് ഭർത്താവ് കാണാൻ പറ്റാത്ത രൂപത്തിലാണ്, രണ്ടാളതും കുട്ടികൾ കാണാൻ പറ്റാത്ത രൂപത്തിലാണ്. നമ്മളിങ്ങനെ പറയും വാപ്പാനെ കുട്ടികൾക്ക് തീരെ വിശ്വാസമില്ല എന്ന് പറയും. വിശ്വാസത്തിനാവശ്യമായ കാര്യം നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ സെർച്ച് ഹിസ്റ്ററി, വാപ്പാന്റെ സെർച്ച് ഹിസ്റ്ററി കുട്ടികൾ അറിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രൂപത്തിലേക്ക് ആവണല്ലോ. അപ്പോഴാണ് വാപ്പാന് വിശ്വാസം ഉണ്ടാകുക. അല്ലെങ്കിൽ വാപ്പാന്റെ വിശ്വാസം തകരൂലേ? ഭർത്താവിന്റെ മൊബൈൽ ഏത് സമയത്തും ഭാര്യക്ക് തുറന്നു നോക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ, ഭാര്യന്റെ മൊബൈൽ ഏത് സമയത്തും ഭർത്താവിന് തുറന്നു നോക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ വിശ്വാസ്യത ഉണ്ടാവും. വിശ്വാസ്യത പലപ്പോഴും നമ്മൾ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാലോചിക്കുക. വാപ്പാനെ പറ്റിയിട്ട് മോശമായ ഒരു കാര്യം കുട്ടി അറിയണമെങ്കിൽ എങ്ങനെ? ഉമ്മാനെ പറ്റി ഒരു മോശമായ കാര്യം കുട്ടി അറിയണമെങ്കിൽ എങ്ങനെ? ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, പ്രണയവിവാഹം നടത്തിയവരുടെ കുട്ടികൾ നന്നാവൂല എന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, കുട്ടികൾ ഇങ്ങനെ വലുതാണതിനനുസരിച്ച് എൻ്റെ വാപ്പയും ഉമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചായിരുന്നു എന്ന് അറിയും. അപ്പോൾ അത് എന്തായാലും ഓല് കേടുവരാൻ കാരണമാണ്. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 5 കാരണങ്ങളെ കൊണ്ടാണ് പ്രണയവിവാഹം പരാജയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം, മക്കളുണ്ടായതിനു ശേഷം ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പയും പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു എന്ന് മക്കൾ അറിയുക എന്നത് തന്നെയാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ കുറിച്ച് നല്ലത് മാത്രമേ കുട്ടികൾ അറിയാൻ പാടുള്ളൂ, അറിയുന്ന അവസ്ഥയെ ഉണ്ടാവാൻ പാടുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് വിശ്വാസം ഉണ്ടാവേണ്ടത് വാപ്പയെ ആയിരിക്കണം, ഉമ്മയെ ആയിരിക്കണം. അങ്ങനെ ജീവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ഓന് വാപ്പ എന്ന് പേരുണ്ടാകുക, അല്ലെങ്കിൽ വേറെ എന്തേലും പേരിടേണ്ടി വരും. വാപ്പയാവുമ്പോ ഈ വാപ്പയാവേണ്ടത് കുട്ടി മരിക്കുന്നത് വരെയാണ്, വാപ്പ മരിക്കുന്നത് വരെയല്ല. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ അറക്കാൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് കത്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അറക്കാൻ ഒരുങ്ങുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, മോനെ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. സ്വപ്നം മുഖേന എനിക്കൊരു വഹയുണ്ട്, ഞാൻ നിന്നെ അറുക്കണമെന്നാണ് പറയണത്, എന്താ എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു.
മോൻ പറഞ്ഞു, യാ അബതിഫ് അൽ മാ തുമർ, വാപ്പ നിങ്ങളോട് എങ്ങനെ കൽപ്പന വെച്ചാൽ അങ്ങനെ നിങ്ങൾ ചെയ്തോളി. ഇന്നി സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമിച്ചോളാന്ന് പറഞ്ഞു. ഈ ചോദ്യോത്തരം ഇസ്മായിൽ നബിനെ നേരത്തെ പഠിപ്പിച്ചതല്ല, ഉമ്മ പറഞ്ഞു കൊടുത്തതല്ലല്ലോ. മോനെ, എൻ്റെ വാപ്പ എന്നെ ചിലപ്പോൾ അറക്കാൻ കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് കേട്ടോ, അങ്ങനെ അറക്കാൻ കൊണ്ടുപോയിട്ട് കടത്തിയാൽ ഒരു ചോദ്യം ചോദിക്കും, ഞാൻ വഹി ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്നെ അറക്കണം എന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്തോളി, ഞാൻ ക്ഷമിച്ചോളാന്ന് മറുപടി പറഞ്ഞുകൊണ്ടൂന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ നേരത്തെ ഇസ്മായിൽ നബിനെ പഠിപ്പിച്ചതല്ല, ഈ ചോദ്യോത്തരം നേരത്തെ പ്ലാൻ ചെയ്തതല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് ചോദിക്കുമ്പോ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് ഈ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അതിനനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടായിരിക്കണം എന്നതാണ്. അതിനനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടാവണം. ആ വാപ്പാന്റെയും മകന്റെയും ഇടയിൽ ഇങ്ങനെ മറുപടി പറയാൻ ആവശ്യമായ സാഹചര്യം നേരത്തെ രൂപപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വിഷയങ്ങളെ നമ്മൾ ഗൗരവത്തോടെ കൂടെ കാണണം. ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടി എൻ്റെ കുട്ടിയാവണമെന്ന് ആഗ്രഹിക്കും. ഇപ്പൊ ഈ ഇരിക്കണ എല്ലാവരും, ഇപ്പൊ ഞാനും ഇവിടുത്തെ രക്ഷിതാവാണെങ്കിൽ ഇരിക്കണവരെല്ലാവരും രക്ഷിതാക്കന്മാരാണ്, പെണ്ണുങ്ങളും രക്ഷിതാക്കന്മാരാണ്. ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി എൻ്റെ കുട്ടിയാണെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവും. ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടി, ഏറ്റവും പ്രസിദ്ധനായ കുട്ടി ഒക്കെ എൻ്റെ കുട്ടിയാണെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഈ ഇരിക്കണ ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് കുട്ടികളോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ധാരണയില്ലാതെ പോവുകയാണ്. ഇപ്പോ ചാടിപ്പോണതിനെ പറ്റിയുള്ളൊരു പഠനമുണ്ട്. ഒരു കുട്ടി ചാടിപ്പോവുകയാണ്. ചാടിപ്പോണ ഒരു കുട്ടിനെ വിളിച്ചിട്ട്, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും വിളിച്ചിട്ട്, മോനെ ജി എന്തിനാ ചാടിയെന്ന് ചോദിച്ചാൽ അധികം ആൾക്കാരും പറയാം സ്നേഹം കിട്ടാത്തതുകൊണ്ടാണെന്നാണ്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് കിട്ടുക തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും ബോധമില്ല. ഇപ്പൊ ഒരു ചെറിയ കുട്ടിനെ നമ്മൾ വിളിച്ചിട്ട്, മോനെ അനക്ക് വാപ്പാനെ ഉമ്മാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും ഉമ്മാനെ എന്നാണ് പറയാ. അപൂർവം കുട്ടികൾ മാത്രമാണ് വാപ്പാനെയാണ് ഇഷ്ടം എന്ന് പറയുന്നത്. കുട്ടിനെ വിളിച്ചിട്ട് അതിലൊരു വലിയ പ്രശ്നമുണ്ട് കേട്ടോ. അത് ശരിക്കും ഒരു കാപഢ്യം പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രശ്നം അതിലുണ്ട്. കുട്ടിനെ വിളിച്ചിട്ട് വാപ്പല്ലാത്ത സമയത്ത് ചോദിക്കും, മോനെ എനിക്ക് ഉമ്മാനെ ഉപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെ എന്ന് പറയും. വാപ്പ ഉള്ള സമയത്ത്, ഇമ്മ ഇല്ലാത്ത സമയത്ത് കുട്ടിനോട് എനിക്ക് വാപ്പാനെ ഉമ്മാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ വാപ്പാനെ എന്ന് പറയും. വാപ്പി ഇമ്മയുള്ള സമയത്ത് മോനെ എനിക്ക് ഉപ്പാനെ ഉമ്മാനെ നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുട്ടി വലിയൊരു പ്രതിസന്ധിയിലകപ്പെടും. ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന പ്ലാനിങ് ആണ് പിന്നീട് കാപഢ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. പല ചോദ്യങ്ങളും കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. എന്തിനാ പോയി ചോദിക്കേണ്ട ആവശ്യം, എനിക്ക് ഉപ്പാനെ ഉമ്മാനെ നല്ല ഇഷ്ടം, എന്താ ഇപ്പൊ രണ്ടാൾ ഇഷ്ടമുണ്ടായിക്കോട്ടെ. വാസ്തവത്തിൽ നമ്മളെ തോനെ ഇഷ്ടപ്പെടണമെന്ന ഒരു സ്വാർത്ഥതയെ കുട്ടിയിൽ വളർത്താനുള്ള ശ്രമമാണ്. ആ ശ്രമം പിന്നീട് നിഫാക്കായിട്ടാണ് രൂപപ്പെടുന്നത്, കാപഢ്യമായിട്ടാണ് രൂപപ്പെടുന്നത്. അതൊരാവശ്യമില്ലാത്ത ചോദ്യമാണ്. ആവശ്യമുള്ളതൊന്നും ചോദിക്കാൻ നമുക്ക് നേരമില്ല, ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കാൻ നേരമുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികൾ ഔലിയാക്കളാവണം എന്ന് ആഗ്രഹിക്കുന്നവർ 5 കാര്യങ്ങൾ പരിപാലിക്കണം എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികളുടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കുട്ടി തയ്യാറാവുന്ന ഒരവസ്ഥ ഉണ്ടാണെന്നാണ്. അതായത് ഞാൻ പറഞ്ഞത് ഇതാണ്, ഒരു കുട്ടി മാതാപിതാക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത സമയം എപ്പോഴാണോ അപ്പോൾ കുട്ടിയിൽ എന്തോ ഒരാവശ്യമില്ലാത്തത് വളർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. വാപ്പ ഭൂമുഖത്തുണ്ട്, കുട്ടികളെ അടുക്കളയിൽ കൂടെ വരുള്ളൂ. അപ്പൊ നമ്മളെങ്ങനെ പറയും, ആ ചെക്കൻ എന്തൊരു ചെക്കനാ അടുക്കളയിൽ കൂടെ വരുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും അടുക്കളയിൽ കൂടെ വരുന്നത്. വാപ്പ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ പൂമുഖത്ത് ഇരിക്കുകയാണ്, കുട്ടി അടുക്കളയിൽ കൂടെയാണ് വരുന്നതെങ്കിൽ വാപ്പ മനസ്സിലാക്കേണ്ടത് ഞാൻ വാപ്പ അല്ലാത്തത് കൊണ്ടാണ്, നരി ആയതുകൊണ്ടാണ് എന്നാണ്. വാപ്പാന്റെ സ്വഭാവത്തിൽ എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ കുട്ടികളെ കൂടെ തന്നെ വരുള്ളൂ. പൂമുഖത്തൂടെ തന്നെ വരുന്ന കുട്ടികൾ ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള സ്വഭാവം മാറ്റണം. കഴിഞ്ഞ റഹാം അസംബ്ലിയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അയൽപക്കത്തെ കുട്ടിയോടുള്ള സമീപനം സ്വന്തം മക്കളോട് പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു അതിന്. അമ്മായിന്റെ കുട്ടി നമ്മളെ പെരേക്ക് വിരുന്ന് വന്നു. അമ്മായിന്റെ കുട്ടിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തു. ചായ കൊടുത്തപ്പോ ഗ്ലാസ് വീണുങ്ങാണ്ട് താഴെ പൊട്ടിയാല് സാരല്ല, ഒരു കുപ്പി ഗ്ലാസ് അല്ലേ, 20 ഉറുപ്പ്യന്റെ കേസല്ലേ ഉള്ളൂ, കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഗ്ലാസ് വീണാ പൊട്ടാതിരിക്കോ, ഇവിടുത്തെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വാചാലനാവും. അമ്മായിന്റെ കുട്ടിയായതുകൊണ്ട്. സ്വന്തം കുട്ടിയിരുന്നാണ് ഗ്ലാസ് വീണ് പൊട്ടിയതെങ്കിൽ ബദർ യുദ്ധം നടക്കുക പെരേല്, അനക്കിവിടെ ഗ്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെന്തടാ പണിയെന്നായി.
അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സമീപനം നമ്മുടെ കുട്ടിയോട് കാണിക്കാനുള്ള ക്ഷമയും അറിവും നമുക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൗമാരക്കാരല്ല പ്രശ്നം, കൗമാരക്കാരോടുള്ള പെരുമാറ്റമാണ് പ്രശ്നം. വഫിയ നടത്തുന്നത് വലിയൊരു ശ്രമമാണ്. ഇപ്പറഞ്ഞ ഈ രൂപത്തിലുള്ള കുട്ടികളെയാണ് ഓലെടുക്കണത്. ഞാൻ ഈ പറഞ്ഞ രൂപത്തില് തൊട്ടാ പൊട്ടണത് എന്ന് നമ്മൾ പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട കുട്ടികളെയാണ് ഓലെടുക്കണത്. അതിൽ വലിയൊരു സംഭവമുണ്ട്. വിജ്ഞാനം നൽകുന്നവനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നതാണ് മനുഷ്യന്റെ അടിസ്ഥാന മനസ്സ് എന്നാണ്. മനുഷ്യന്റെ അടിസ്ഥാന മൂന്നാം മനസ്സാണ്. മനുഷ്യന്റെ എല്ലാ മനുഷ്യന്മാർക്കുള്ള പ്രത്യേകതയാണ് വിവരം നൽകുന്നവനെ അംഗീകരിക്കാൻ തയ്യാറാകും എന്നത്. വാപ്പ വിവരം പഠിപ്പിക്കുകയാണെങ്കിൽ വാപ്പാൻ അംഗീകരിക്കും, ഉമ്മ വിവരം പഠിപ്പിക്കുകയാണെങ്കിൽ ഉമ്മാൻ അംഗീകരിക്കും. അല്ലെങ്കിൽ ആരാണോ വിവരം പഠിപ്പിക്കുന്നത്, വിജ്ഞാനം പഠിപ്പിക്കുന്നതിനെ അംഗീകരിക്കാൻ തയ്യാറാകും എന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വാപ്പയും ഉമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്തത് ഉസ്താദും മാഷും ടീച്ചറും പറഞ്ഞാൽ അനുസരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ കുട്ടികൾ നന്നാവണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ കുട്ടിയോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എന്തെല്ലാം സമീപനമാണ് സ്വീകരിക്കേണ്ടത്, ഏതെല്ലാമാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ച് പലപ്പോഴും നമുക്ക് ബോധമില്ലാതെ പോവുകയാണ്. ഞാൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല ഹോർമോണുകളും പ്രവർത്തിക്കുന്നുണ്ട്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ് അഡോളസന്റ് പീരിയഡ് എന്ന് പറയുന്ന കൗമാരപ്രായം. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറഞ്ഞതാണ്. 7 പ്രധാനപ്പെട്ട ഹോർമോണുകളാണുള്ളത്. അതിൽ 3 വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്സിറ്റോസിൻ ഹോർമോണിനെ എല്ലാവരും ആഗ്രഹിക്കും എന്നതാണ്. ഓക്സിറ്റോസിൻ ഹോർമോൺ ഉണ്ടാകുന്നത് പുരുഷന് സ്ത്രീ സാന്നിധ്യത്തിലൂടെയും സ്ത്രീക്ക് പുരുഷ സാന്നിധ്യത്തിലൂടെയുമാണ്. ഞാൻ ഈ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കണം. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടുകയാണെങ്കിൽ വാപ്പാന്റെ സാന്നിധ്യക്കുറവാണ് അതിന്റെ കാരണം. ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ ഉമ്മാന്റെ അസാന്നിധ്യമാണ് അതിന്റെ കാരണം. കാരണം വാപ്പ അണഞ്ഞൂട്ടി പിടിക്കുമ്പോ, ഒരു കാര്യം ഞാൻ പറയാം, ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടു. ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടാൽ ഭർത്താവ് ഉടനെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമുണ്ട്. ഭർത്താവ് ഓടിച്ചെല്ലണം, ഭാര്യന്റെ അടുത്ത് എന്നിട്ട് ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അവിടെ ഇട്ടിട്ടായ്മ ഇരിക്കണം. എന്നിട്ട് നല്ലൊരു ടർക്കി എടുത്തുങ്ങാണ്ട് മടിയിൽ വിരിക്കണം. എന്നിട്ട് കുട്ടിനെ എടുത്തുങ്ങാണ്ട് ആ ടർക്കിക്ക് വെക്കണം. 2 കൈയും ഇങ്ങനെ തലോടി കൊടുക്കണം. വാപ്പാന്റെ അടുത്ത് നിന്ന് കുട്ടിക്ക് കിട്ടേണ്ട ഒരു ഗുണമുണ്ട്. ആ ഗുണത്തെ റിജാലിയത്ത് എന്ന അറബിയിൽ പറയും, പൗരുഷം എന്ന് മലയാളത്തിൽ പറയും. വാപ്പാന്റെ അടുത്ത് നിന്ന് കുട്ടിക്ക് കിട്ടേണ്ട ഗുണമാണ് റിജാലിയത്ത് എന്ന പൗരുഷം. പൗരുഷം എന്ന ഗുണം ആൺകുട്ടിക്കും വേണം, പെൺകുട്ടിക്കും വേണം. പൗരുഷം എന്ന ഗുണം പെൺകുട്ടിക്കുണ്ടെങ്കിലേ മിനി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് പിന്നെന്ന് ആരേലും വന്ന് തോണ്ടിയാലും മുട്ടുസൂചി എടുത്ത് കുത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിരിച്ചുങ്ങാണ്ട് ഇങ്ങനെ നിന്നൊടുക്കലേ ഉണ്ടാവുള്ളൂ. പൗരുഷം മനുഷ്യനാവശ്യമുണ്ട്. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ, രാത്രി ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണർന്ന് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ ഉണരില്ല. നിങ്ങൾ എഴുതി വെച്ചോളി, വാപ്പ ഉറക്കിയാൽ ഉണരൂല. വാപ്പാന്റെ അടുത്ത് കുട്ടിക്ക് കിട്ടേണ്ട ചില ഗുണങ്ങളുണ്ട്, അത് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. ഒരു ഹഗ്ഗിങ്ങിലൂടെ, ഒരണഞ്ഞൂട്ടിപ്പിടുത്തത്തിലൂടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. കൗമാരപ്രായക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആൺകുട്ടികളാണെങ്കിൽ ഉമ്മാന്റെ അടുത്ത് നിന്നുള്ള ഒരു അണഞ്ഞൂട്ടിപ്പിടുത്താണ്, പെൺകുട്ടികളാണെങ്കിൽ വാപ്പാന്റെ അടുത്ത് നിന്നുള്ള ഒരു അണഞ്ഞൂട്ടിപ്പിടുത്താണ്. അതിലൂടെ രൂപീകരിക്കപ്പെടുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനന്ദത്തിന്റെയും സംതൃപ്തിയുടെയും ഹോർമോണാണ് യഥാർത്ഥത്തിൽ അത്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. വാപ്പാന്റെയും ഉമ്മാന്റെയും അടുത്തേക്ക് വരാൻ തന്നെ പേടിക്കുന്ന രൂപത്തിലാണ് കുട്ടിയാണെങ്കിൽ പിന്നെ എവിടുന്ന് അണഞ്ഞൂട്ടി പിടിക്കാൻ പറ്റുക? അതുകൊണ്ട് പേടിയില്ലാതിരിക്കാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലം കൊണ്ടുവരണം. ഹർത്താലിന്റെ അന്നെങ്കിലും ഒരു നാടൻ കോയിനെ അറുത്തിട്ട് ഒരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് എല്ലാരും കൂടിയും വാപ്പയും അമ്മയും കുട്ടികളൊക്കെ കൂടിയിരുന്നുങ്ങാണ്ട് തിന്നണ ഒരു സമീപനം ഉണ്ടെങ്കിൽ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്: മക്കൾ മാതാപിതാക്കളുടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം നിലനിൽക്കുന്നുവെങ്കിൽ അവർ ഔലിയാക്കളാവാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണോ മാതാപിതാക്കളുടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കുട്ടി മടി കാണിക്കുന്നത്, അപ്പോൾ ജീവിതത്തിൽ എന്തോ ഒരു താളപ്പിഴവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എല്ലാ സമയത്തും ചെറുപ്പം മുതൽ
മക്കളും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒഴിവുള്ള ദിവസമെങ്കിലും സൗകര്യപ്പെടുന്ന ദിവസമെങ്കിലും അങ്ങനെ ഒരു സമീപനം കുടുംബത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് കൗമാരക്കാരായ ആളുകളുടെ, ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിലും, അവരുടെ പ്രശ്നത്തെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും അതിൽ ഇടപെടാനും നമുക്ക് സാധ്യമാകുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ള ഘട്ടം കൂടിയാവുന്നു അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹുവിനെയും ഹുസൈൻ റളിയല്ലാഹുവിനെയും അണഞ്ഞുവിട്ട് പിടിച്ച സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നിത്യജീവിതത്തിലേക്ക് വരുമ്പോൾ, പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ, കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നാളെയുടെ നമ്മുടെ വാഗ്ദാനങ്ങളായ, നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ വളർന്നു വരണം. അവർ നമ്മൾ സിറാത്ത് പാലം കിടക്കുന്ന സമയത്ത് കയ്യുമ്മ പിടിക്കാനുള്ളവരാണ്. നാളെ ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ 3 പെൺകുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊന്നും ദ്വാരക്കൊണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ എനിക്ക് ഒരു ആൺകുട്ടി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി വയസ്സാവുമ്പോൾ മരുന്നെടുത്ത് തരാനാണ് എന്നാണ്. വയസ്സാകുമ്പോൾ മരുന്നെടുത്ത് തരാൻ കായുണ്ടെങ്കിൽ നഴ്സിനെ വെച്ചാൽ അവനാൻ്റെ കുട്ടിയെ എടുത്തു തരുന്നേക്കാൾ ഉഷാറായിട്ട് എടുത്തു തരും. അതിനൊന്നല്ല കുട്ടി, നമ്മളാ സിറാത്ത് പാലത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മേപ്പോട്ട് നോക്കുന്ന ഒരു സമയമുണ്ട്. വാളിനേക്കാൾ മൂർച്ചയായത്, മുടിയേക്കാൾ നേർമയായത്, എന്തായാലും അവിടെ ചെന്നിട്ട് ഒന്നിങ്ങനെ പഠിച്ചോൻ എന്താ വേണ്ടതെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വാഫിക്കുട്ടി, ഹാഫിലായ കുട്ടി പാലത്തിന്റെ അപ്പുറത്തുണ്ട്. വാപ്പ അങ്ങോട്ട് പോരി, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു നടത്തണ്ടാവും അയിമക്കൂടെ. അതിനാ കുട്ടി എന്ന് പറഞ്ഞത്. അല്ലാതെ വയസ്സാകുമ്പോൾ മരുന്നെടുത്ത് തരാനോ സ്വത്തിലും മുതലിലും അനന്തരം എടുക്കാനോ അജ്ജിനും ഉണ്ടാവാനോ ഒന്നുമല്ല. അതൊക്കെ കുട്ടികളില്ലെങ്കിലും നടക്കും. 120ഓളം വരികളായിട്ട് സ്വർഗത്തേക്ക് ഇങ്ങനെ മനുഷ്യന്മാര് വരി നിൽക്കും മാഷറയില്. 120 വരി, അതിൽ 90 വരി എൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഊരക്കം കൈയ്യൊടുത്തിട്ട് അവിടെ ഇങ്ങനെ പോയി നിന്ന് നോക്കുമ്പോൾ 90 വരി മുത്തുനബിയുടെ ഉമ്മത്ത് നിൽക്കണേല് 4 ഞമ്മളതില്ലെങ്കിൽ സംഗതി ഒരു ഇടങ്ങാറിനേക്കാരം. അതിനാ കുട്ടി. എന്തിനാ കുട്ടി എന്നത് തീരുമാനമാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മക്കൾ എന്ന് പറയുന്നത് ദുന്യാവുക്കുള്ളതല്ല, മക്കൾ എന്നത് ആഖിറത്തിലേക്കുള്ളതാണ്. ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം വാഫിക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് ദുന്യവിയായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ നടക്കൂല, അതുകൊണ്ട് തന്നെ ഹക്കീം ഉസ്താദൊക്കെയല്ലേ നടത്തുന്ന ആൾക്കാർ, അത് നടക്കൂല. അപ്പൊ ഇവിടെ ആഖിറേ നടക്കുള്ളൂ. ഇത് ആഖിറത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ്. ഇതിനൊരുപാട് ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇത് ആഖിറത്തിനുള്ള സംവിധാനമാണ് എന്ന് കരുതിയിട്ടാണ് നമ്മളൊക്കെ കുട്ടികളെ കൊടുന്നാക്കിയതും. ഇത് ആഖിറത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് എന്നുള്ള നിലയിലാണ്. അപ്പൊ അതുകൊണ്ട് ലക്ഷ്യം തെറ്റരുത്. ലക്ഷ്യം തെറ്റിയപ്പോഴും പ്രശ്നമാണ്. ഇപ്പൊ ഒരു വലിയ ട്രെൻഡാണ് കുട്ടികളെ ഹാഫിദാക്കണമെന്ന്. ഹാഫിദാക്കണതിനോട് ഞാൻ എതിരൊന്നുമല്ല. പക്ഷെ എന്തിനാ ഹാഫിദാക്കണമെന്ന് ചോദിച്ചാൽ ഗൾഫിൽ ഭയങ്കര ചാൻസാണ് എന്ന് പറയരുത്. വാഫിയാക്കണതും ഗൾഫിത്തെ ചാൻസിനല്ല, ഹുദവിയാക്കണതും ഗൾഫിത്തെ ചാൻസിനല്ല. ഇതിനൊക്കെ ആഖിറത്ത് ചെന്നാൽ ഭയങ്കര ചാൻസ് ഉണ്ടാവും എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ലക്ഷ്യം തെറ്റിയാൽ മാർഗം തെറ്റും, മാർഗം തെറ്റിയാൽ പിന്നെ ഒക്കെ തെറ്റും. അതുകൊണ്ട് എപ്പോഴും കറക്റ്റായ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവുമ്പോൾ ജീവിതം കരുപിടിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. കുട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമുണ്ടാകുന്ന സമയമാണ് അഡോളസൻ പീരീഡ് എന്ന് പറയുന്ന കൗമാരപ്രായം. ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്ക് അവരെ വിമർശിക്കൽ ഇഷ്ടമല്ല, അവർക്ക് അംഗീകാരം കിട്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമുള്ളത്. ഗുണമില്ലാത്ത ഒരു മനുഷ്യനെ അള്ളാഹു തആല പഠിച്ചിങ്ങോട്ട് പറഞ്ഞേക്കണില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ട്, നമ്മളെ കുട്ടികൾക്കും ഗുണമുണ്ടാവും. ഗുണം എന്താണെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞിട്ട് ആ ഗുണമുള്ള കാര്യത്തെ പൊക്കിപ്പിടിച്ച് വലുതാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുന്ന സന്ദർഭത്തിലാണ് അഡോളസൻസുമായി, കൗമാരക്കാരുമായി നമുക്കുള്ള ഇടപഴകൽ ക്ലിയർ ആകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകാനാണ് നമുക്ക് സാധ്യമാകുന്നത്. ഈ സംഗമത്തെയും ഈ സംവിധാനത്തെയും എല്ലാ നിലക്കും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സമയത്തിൽ നിന്ന് 45 സെക്കൻഡ് ബാക്കി വെച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.